അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുകയാണ്, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യൻ ജീവനിൽ വാഴണമെന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനുണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിന്മേലും മൃഗങ്ങളുടെ മേലും സർവ ഭൂമിയുടെ മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. വാഴാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതികളുടെ മേലും സകല ഭൂജര ജന്തുക്കളുടെ മേലും വാഴുവീൻ എന്ന് കൽപ്പിച്ചു. ദൈവം ഒരു വാഴ്ചയാണ് ആഗ്രഹിച്ചത്. എന്നിട്ട് തുടർന്ന് പറയാണ്, മനുഷ്യൻ ഇട്ടത് അതിനൊക്കെ പേരായി. അങ്ങനെ ദൈവം വലിയൊരു സൃഷ്ടിപ്പിൽ തന്നെ ഒരു അധികാരത്തോടുകൂടി ഒരു വാഴ്ചയോടുകൂടിയാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. എന്നാൽ ഈ വാഴ്ച നഷ്ടപ്പെട്ടത് എവിടെയാണ്? ഒരുവൻ മുഖാന്തരാണ്, പിശാച് മുഖാന്തരം. അതാണ് പറയുന്നത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലേക്കും പകർന്നിരുന്നു. ഇവിടെ അതിൻ്റെ 17-ാം വാക്യത്തിൽ അത് കണ്ട് പറയുന്നത്, ഏകൻ്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പിശാച് മുഖാന്തരം ഈ ആദാം മുഖാന്തരം പിശാച് ആദാമിനെ ഉപയോഗിച്ച് അത് മുഖാന്തരം പാപം കടന്നു എങ്കിൽ, എന്നിട്ട് പറയാണ്, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുവാൻ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം അധികമായി ജീവൻ. യേശു ക്രിസ്തു മുഖാന്തരം യേശു ക്രിസ്തു വന്ന് ഈ പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ വിശുദ്ധരായതുകൊണ്ടല്ല, നിങ്ങൾ ആ യേശു ക്രിസ്തു മുഖാന്തരം ജീവനിലേക്ക് വരികയാണ്. ഏക നിമിത്തം അധികമായി ജീവനിലേക്ക് നമ്മൾ. എന്നിട്ട് പറയണം, അങ്ങനെ ഏകൻ്റെ ലംഘനത്താൽ സകല മനുഷ്യരും ശിക്ഷാവിധി വന്നതുപോലെ ഏകൻ്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവാകരണമായ നീതീകരണം വന്നു. ഒറ്റ ഒരാൾ മുഖാന്തരം പാപത്തിൽ വന്ന് മരണം സംഭവിച്ച് മനുഷ്യൻ തകർന്നതെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ എന്ന ഏകൻ നിമിത്തം ഒരാളുടെ ലംഘനം, ആദാം ലംഘനം ചെയ്തു, പാപം ചെയ്തു എങ്കിൽ ഇവിടെ യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ നിത്യജീവനിലേക്ക് വരികയാണ്. ഏകൻ്റെ അനുസരണത്തിനാൽ. ഒരുവൻ അനുസരണക്കേട് കാണിച്ചു, ഏദൻ തോട്ടത്തിൽ വെച്ച് അനുസരണക്കേട് കാണിച്ച് മാനവരാശി പാപത്തിൽ വീണെങ്കിൽ, മരണത്തിൽ പോയെങ്കിൽ ഇവിടെ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏകൻ്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. നമ്മൾ നീതീകരിക്കപ്പെട്ടു. എന്നിട്ട് പറയാൻ, നീതീകരണം വന്നതുപോലെ ഏകൻ്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകരണമായ നീതീകരണം വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇന്ന് നമ്മളെ ഇവിടെ വാഴാൻ ദൈവം നമ്മളെ ആക്കി വെച്ചേക്കുന്നു.
യേശു ക്രിസ്തു നമ്മളെ വാഴാൻ തന്നെയാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ബൈബിളിൽ വലിയൊരു മർമ്മം പറയുകയാണ്. അവരോട് ജാതിരിടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്നുള്ളതാണ് ആ മർമ്മം. എന്നിട്ട് പറയാണ്, 1 യോഹന്നാനിൽ പറയാണ്, 4-ാം അധ്യായത്തിൽ പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അതുമാത്രമല്ല നിങ്ങൾ അവരെ ജയിച്ചുമിരിക്കുന്നു. എന്നിട്ട് പറയാം, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നമ്മളിരിക്കുന്ന ആള് ചെറിയ ആളല്ല, ലോകത്തിലുള്ള എല്ലാവരേക്കാളും വലിയ ആളാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തകർച്ച അനുഭവിക്കാനല്ല എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്, നമ്മളെ അനുഗ്രഹം അനുഭവിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പറയുകയാണ്, 10-ാം അധ്യായത്തിൽ പറയാണ്, 19 മുതൽ പറയാം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു, ഒന്നും നിങ്ങൾക്കൊരു ദോഷം വരുത്തത്തില്ല, ഒന്നും ഒരു ദോഷം വരുത്തും. എന്നിട്ട് പറയണം, എങ്കിലും ഭൂതങ്ങളിൽ നിന്നും കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന അത്രയും സന്തോഷിപ്പിക്കും. നമ്മുടെ പേര് സ്വർഗത്തിൽ ഓട്ടോമാറ്റിക്കലി എഴുതി വെച്ചിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഒന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു ദോഷവും വരുത്തത്തില്ല. മറന്നുപോകരുത്. കാര്യം എന്താ? ആ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. നമ്മളെ വാഴാനാണ് ദൈവം വിളിച്ചേക്കുന്നത്. പാപത്തിൽ ജീവിച്ചാൽ വാഴാൻ പറ്റത്തില്ല, മരണത്തിലേക്കേ പോകത്തുള്ളൂ. ഏകമനുഷ്യനായ പാപം വന്നു എന്ന പാപത്തിൽ നിന്ന് തുടരേണ്ടവരല്ല. ഏകമനുഷ്യനായ നീതീകരണം സംഭവിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തു എന്ന ഏകൻ മുഖാന്തരം. അപ്പോൾ ആ കൃപയിലേക്ക് നമ്മൾ കടക്കേണ്ട. യേശുവിനെയാണ് യേശുവിലേക്കാണ് കടന്നു വരുന്നത്. നിങ്ങളും ധൈര്യത്തോടെ യേശുവിലേക്ക് കടന്നു വരാമെങ്കിൽ ഈ വാഴ്ച മടങ്ങി വരും. സകലത്തിന് മേലും വാഴാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇവിടെ പറയാണ്, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മുഖാന്തരം കൃപയാൽ രക്ഷിക്കപ്പെടുന്നവർ, നീതിദാനം ലഭിക്കുന്നവർ. നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, യേശു ക്രിസ്തു നല്ലവനായതുകൊണ്ടാണ് ലഭിക്കുന്നവർ. യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം, ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നെഞ്ചത്ത് കൈ വെച്ച് പറഞ്ഞാൽ, ഞാൻ ജീവനിൽ വാഴാണ് ദൈവം എന്നെ വിളിച്ചേക്കുന്നത്. വിശ്വസ്തയോടെ വിളിച്ചു വേണം. പാപത്തിന് എൻ്റെ മേൽ സ്ഥാനമില്ല, രോഗത്തിൻ്റെ മേൽ എൻ്റെ മേൽ സ്ഥാനമില്ല. ഞാൻ നിൽക്കുന്നത് ഇന്ന് കൃപയിലാണ്. കൃപയുടെ സമൃദ്ധി ലഭിക്കുവാൻ യേശു ക്രിസ്തു മുഖാന്തരം എൻ്റെ മേലത് പകർന്നിരിക്കുക. വിശ്വസിക്കുക, പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഞങ്ങൾക്ക് സമൃദ്ധി ലഭിക്കുവാൻ, കൃപയുടെ നീതിദാനത്തിന് സമൃദ്ധി ലഭിക്കുവാൻ ക്രിസ്തു എന്ന ഏകൻ നിമിത്തം പിതാവെ ഞങ്ങളെ ജീവനിൽ വാഴത്തക്കവണ്ണം കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം, മക്കളാക്കി തീർത്തതിനായി സ്തോത്രം. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവ് ഇത് തിരിച്ചറിയട്ടെ, കുടഞ്ഞെഴുന്നേക്കട്ടെ. ശാപത്തിൻ്റെ കീഴിലോ രോഗത്തിൻ്റെ കീഴിലോ അന്ധകാരത്തിലോ കഴിയേണ്ടവരല്ല, ജീവനിൽ വാഴേണ്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ് നാവുകളെ അധികാരം ഉപയോഗിക്കാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണമെന്ന്. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടൻ യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിന. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിന. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിന. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിന.